ദുർഗാകാമിയുടെ മൃതദേഹം ഇന്ന് ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നാണ് വിവരം. സംസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകളുമായി കൂടിയാലോചിച്ച് ബന്ധുക്കൾ തീരുമാനമെടുക്കും. നേപ്പാൾ സ്വദേശിനിയാണെങ്കിലും നേപ്പാളിലേക്ക് ഭൗതിക ശരീരം കൊണ്ടുപോകില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. വിഷ്ണു, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ്. വലിയ സങ്കടമുണ്ടാക്കുന്ന വാർത്തയാണ് ഇന്നലെ രാത്രി 10 മണിയോടുകൂടി എറണാകുളം ജനറൽ ആശുപത്രിയിൽ നിന്ന് പുറത്തു വന്നത്. ദുർഗാകാമി ജീവനോടെ ഇല്ല എന്ന വാർത്ത. ഇവിടുത്തെ ഡോക്ടർമാരെല്ലാം കഴിഞ്ഞ ഒരു മാസമായി ദുർഗയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അകമഴിഞ്ഞ് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നലെ 4 മണിയോടുകൂടി രോഗം മൂർജിക്കുകയും ശ്വാസകോശ സംബന്ധമായ അസുഖം വലിയ പ്രതിസന്ധി ക്രിട്ടിക്കലാവുകയും ചെയ്തു. അങ്ങനെ 10:05 മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. മൃതദേഹം ഇപ്പോൾ ഈ കാണുന്ന എറണാകുളം ജനറൽ ആശുപത്രിയുടെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അതിനുശേഷം ഇപ്പോൾ ബന്ധുക്കൾ എത്തും. ഇന്ന് തന്നെ ബന്ധുക്കൾക്ക് കൈമാറി ഇന്ന് തന്നെ സംസ്കാരത്തിലേക്ക് പോകാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. അതിൻ്റെ അവസാനവട്ട ആലോചനകളൊക്കെ നടക്കുകയാണ്. സഹോദരൻ മാത്രമാണ് ദുർഗയ്ക്ക് ഉള്ളത്. തിലക് എന്നാണ് പേര്. തിലകും ദുർഗയും ചേർന്ന് നേപ്പാളിൽ ഓർഫനേജിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ചികിത്സയ്ക്ക് വേണ്ടി എത്തിയതാണ്. ആദ്യം സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോയി. പക്ഷേ അവിടെ അത് സാമ്പത്തിക പ്രതിസന്ധികൾ ഉള്ളതുകൊണ്ട് അവിടെ നടന്നില്ല. പിന്നീടാണ് സർക്കാരിൻ്റെ പദ്ധതിയിലേക്ക് ആഡ് ചെയ്യപ്പെട്ടത്. അതിനുശേഷം ഹൈക്കോടതിയിൽ അടക്കം ഇടപെട്ട് ഹൈക്കോടതി പോയൊരു ഉത്തരവ് വാങ്ങിയ ശേഷമാണ് ഈ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലേക്ക് ദുർഗയ്ക്ക് എത്താനായത്. വലിയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. ആശുപത്രിക്കും വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു ദുർഗ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന്. ഇവിടെയുള്ള ആ കാർഡിയോ വിഭാഗത്തിലെ ജീവനക്കാരോടും അതോടൊപ്പം തന്നെ ഡോക്ടർമാരോടും ഒക്കെ ദുർഗ സംസാരിച്ചതാണ്. ആരോഗ്യമന്ത്രി നേരിട്ടെത്ത് കണ്ട് സംസാരിച്ചതാണ്. അപ്പോൾ വലിയ പ്രതീക്ഷകളായിരുന്നു. ആ പ്രതീക്ഷകളൊക്കെ പക്ഷേ ഇന്നലെ വിഫലമായി. ഇന്നിപ്പോൾ സംസ്കാര നടപടിയിലേക്ക് ഇന്ന് കടക്കും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അല്പസമയത്തിനകം തന്നെ ജനപ്രതിനിധികൾ അടക്കമുള്ള ആളുകൾ ദുർഗയുടെ മൃതദേഹം കാണുന്നതിന് വേണ്ടി ആശുപത്രിയിലേക്ക് എത്തും. ജില്ലാ കളക്ടർ, സംസ്ഥാന സർക്കാരിനെ പ്രതികരിച്ച് ജില്ലാ കളക്ടറും എത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഓക്കെ, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.